നമസ്കാരം. നമ്മൾ ഓരോരുത്തരും ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ പലതും സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാറുണ്ട്. എന്തുകൊണ്ട് എനിക്ക് പല വിഷമങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു? ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടു കഴിയുമ്പോൾ എന്തുകൊണ്ട് മറ്റൊരു പ്രശ്നം തലപൊക്കുന്നു? ഇത് എന്നവസാനിക്കും? എവിടെ വരെ പോകും? എന്നെല്ലാം നമ്മൾ സ്വയം മനസ്സിൽ ചോദിക്കാറുണ്ട്. പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ പ്രായോഗികമായ പല നടപടികളും എടുക്കണം. അത് വേണ്ട എന്നല്ല. എന്നാൽ പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് സത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ചാണ്. സത്യസന്ധമായ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചാണ്. ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ നമ്മൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാനാണ് നോക്കുക. അത് ശരിയാണ്, വേണ്ടതുമാണ്. ഇതിന് പ്ലഗിങ് ദ ഹോൾസ് എന്നാണ് പറയുക. അതായത് ദ്വാരങ്ങൾ അടയ്ക്കുന്ന രീതി. പ്രശ്നത്തിൻ്റെ മുകളിൽ ബാൻഡേഡ് ഇടുന്നത് പോലെയാണിത്. തീർച്ചയായും ബാൻഡേഡിന് ചില കാര്യങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും. നമ്മുടെ ചെറുവിരലിലെ മുറിവിന് ഒരു ബാൻഡേഡ് ധാരാളം മതിയല്ലോ. പക്ഷേ വിഷയം ഗൗരവമേറിയതാകുമ്പോൾ ബാൻഡേഡ് മതിയാകില്ല. അതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ പ്രശ്നപരിഹാരത്തിന് യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കി ലോങ് ടേം സൊല്യൂഷന് വേണ്ടി ദീർഘകാലത്തേക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ടി വരും. അതിനാണ് സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇൻ എ വേൾഡ് ഫുൾ ഓഫ് ഡിസെപ്ഷൻ ബി ദ ബീക്കൺ ഓഫ് ട്രൂത്ത് എന്ന്. വഞ്ചന നിറഞ്ഞ ലോകത്ത് സത്യത്തിൻ്റെ ദീപസ്തംഭം ആയി മാറുക. ആ പ്രയോഗം പൂർണ്ണമായും ശരിയല്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. കാരണം നമ്മുടെ ചുറ്റും നന്മ നിറഞ്ഞ കുറേ വ്യക്തികളുണ്ടല്ലോ, കുറേ അധികം ആളുകളുണ്ടല്ലോ. എന്നാലും ഇന്നത്തെ കാലത്ത് നമ്മൾ പത്രം എടുത്തു നോക്കിയാലും ടി വിയിൽ വാർത്തകൾ കണ്ടാലും തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന കുറേ ഏറെ പേരുണ്ട്. കള്ളത്തരങ്ങൾ കാണിക്കാൻ ഒട്ടും തന്നെ മടിയില്ലാത്തവരെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുമുണ്ട്. തെറ്റുകളുടെയും കളവിൻ്റെയും വഞ്ചനകളുടെയും മാർഗം സ്വീകരിക്കുമ്പോൾ പല നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി വരുന്നു. എല്ലാ മതങ്ങളും പറയുന്നത് സത്യത്തിൻ്റെ പാത പിന്തുടരണം എന്നാണ്. ഒരാളുടെ സംസാരം, പ്രവൃത്തി, പെരുമാറ്റം ഇതിലെല്ലാം ആത്മാർത്ഥത പുലർത്തണം എന്നാണ്. ജീവിതത്തിൽ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ യഥാർത്ഥവും സുതാര്യവുമായ പ്രവൃത്തികളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കണം എന്നാണ് പറയുന്നത്. ശ്രീബുദ്ധൻ പറഞ്ഞത് 3 things cannot be long hidden: the sun, the moon and the truth. 3 കാര്യങ്ങൾ അധികം കാലം മറച്ചുവെക്കാൻ കഴിയില്ല: സൂര്യനെയും ചന്ദ്രനെയും സത്യത്തെയും. യഥാർത്ഥത്തിൽ സൂര്യൻ എല്ലാ സമയത്തും ഉണ്ട്. നമ്മൾ ഭൂഗോളത്തിൻ്റെ മറ്റൊരു വശത്ത് നിൽക്കുമ്പോൾ രാത്രിയിൽ കുറച്ച് സമയം സൂര്യൻ അപ്രത്യക്ഷമായതായി തോന്നും. പക്ഷേ സൂര്യൻ അവിടെയുണ്ട്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. അത് വീണ്ടും പ്രത്യക്ഷപ്പെടും. സത്യം എല്ലായ്പ്പോഴും ഉണ്ട്, എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ സത്യത്തിന് മാത്രമാണ് പ്രകാശം ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനായി ആ സത്യത്തെ കുറച്ച് സമയത്തേക്ക് മറയ്ക്കാം. പക്ഷേ ഒടുവിൽ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് പ്രത്യക്ഷപ്പെടും. ചന്ദ്രനും അങ്ങനെ തന്നെ. ചന്ദ്രൻ അതിൻ്റെ എല്ലാ മഹത്വത്തിലും തിളങ്ങാൻ സമയമെടുക്കുന്നു. ഘട്ടം ഘട്ടമായി ഏതാണ്ട് 14 ദിവസമാകുമ്പോൾ അത് സ്വയം വെളിപ്പെടുത്തുന്നു. സത്യം എല്ലായ്പ്പോഴും പുറത്തു വരും. അത് സംഭവിക്കുമ്പോൾ അത് വഞ്ചന സൃഷ്ടിച്ച പ്രശ്നങ്ങളുടെ ഒരു വല തന്നെ വെളിപ്പെടുത്തുന്നു. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും 2 ഭാഗങ്ങളായി പരിഗണിക്കാം: ട്രൂത്ത് ആൻഡ് അൺട്രൂത്ത്, സത്യവും അസത്യവും. ഇവിടെ അസത്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാൽ മതി. സത്യം താനെ തെളിഞ്ഞോളും. അസത്യത്തിൻ്റെ പാതയിലൂടെ കോൺഷ്യസ്ലി, ബോധപൂർവം സഞ്ചരിക്കുന്നവരുണ്ട്. അതായത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്യുന്നു. അസത്യം കപടതയാണ്, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയാണ്. ഉള്ള കാര്യം ഞാൻ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വയ്ക്കുന്നു, സ്വയം രക്ഷയ്ക്കു വേണ്ടി. അസത്യത്തിൻ്റെ പാതയാണ്. അങ്ങനെ ബോധപൂർവം പ്രവർത്തിക്കുമ്പോൾ ചിലർക്ക് ബാഡ് ഇൻറ്റൻഷൻസ് ആണുള്ളത്, ദുരുദ്ദേശമാണുള്ളത്. മലീഷ്യസ് ഇൻറ്റൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവർക്ക് ദോഷമാണ് ഉണ്ടാവുക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദുഷ്പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. അത് മറ്റുള്ളവർക്ക് നല്ലതല്ല എന്ന് വ്യക്തമായി അറിയാം, എങ്കിലും അതിലേർപ്പെടുന്നു. അതുകൊണ്ടാണ് ബാഡ് ഇൻറ്റൻഷൻസ് എന്ന് പറയുന്നത്. തിരിച്ചടി ഉണ്ടാകും. സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കുട്ടി നേരം വൈകി വീട്ടിലെത്തുമ്പോൾ സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ മാതാപിതാക്കൾക്ക് സ്വീകാര്യമല്ലാത്ത പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്. അസത്യത്തിൻ്റെ പാതയാണ്. തിരിച്ചടിയുണ്ടാകും. ജീവിത പങ്കാളിയോട് സ്നേഹം നടിച്ച് മറ്റ് അവിഹിത ബന്ധങ്ങൾ പുലർത്തുമ്പോൾ
അസത്യത്തിൻ്റെ പാതയിലൂടെയാണ് പോകുന്നത്. തിരിച്ചടി ഉണ്ടാകും, സംശയമില്ല. സമയത്തിനു വേണ്ടി കാത്തിരുന്നാൽ മതി. എൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ഞാൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ മടിക്കുന്നില്ല. അസത്യത്തിൻ്റെ പാതയാണ്. തിരിച്ചടിയുണ്ടാകും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും മാസശമ്പളം കൈപ്പറ്റുന്നു. പക്ഷേ കൂറ് പുറത്താണ്, സ്ഥാപനത്തോടല്ല. സ്ഥാപനവുമായി ഇടപെടുന്ന പുറത്തുള്ളവരുമായി രഹസ്യധാരണയുണ്ട്. അസത്യത്തിൻ്റെ പാതയാണ്. തിരിച്ചടിയുണ്ടാകും. എനിക്ക് പണവും പ്രതാപവും ഉണ്ടാകാൻ വേണ്ടി എന്നെ വിശ്വസിക്കുന്നവരെ പോലും ഞാൻ നിരാശപ്പെടുത്താൻ മടിക്കുന്നില്ല. അവരെ തള്ളിപ്പറയാൻ എനിക്ക് വിഷമമില്ല. അസത്യത്തിൻ്റെ പാതയാണ്. തിരിച്ചടിയുണ്ടാകും. ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് ചിലർക്ക് റിഗ്രറ്റ് അഥവാ കുറ്റബോധം ഉണ്ടാകാറുണ്ട്. ചിലർക്ക് നോ റിഗ്രറ്റ്, ഒട്ടും കുറ്റബോധമില്ല. അതാപത്താണ്. തിരിച്ചടി വളരെ കൂടും കുറ്റബോധമില്ലെങ്കിൽ. കാരണം അവർ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമല്ലോ. സത്യം കൃത്യസമയത്ത് സ്വയം വെളിപ്പെടുത്താൻ സമയം നോക്കി നിൽക്കുകയാണ്. സൂര്യനെപ്പോലെ, ചന്ദ്രനെപ്പോലെ. കോൺഷ്യസായി, ബോധപൂർവം സത്യമല്ലാത്ത കാര്യങ്ങൾ, ഗുഡ് ഇൻറ്റൻഷൻസ്, സതുദ്ദേശത്തോടുകൂടി ചെയ്യുന്നവരുണ്ട്. കളവ് പറയുന്നവരുണ്ട്. ഒരു ഉദാഹരണത്തിന്, പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത അറിയിക്കുന്ന ബന്ധുക്കളുണ്ട്. മകൻ US-ലോ അല്ലെങ്കിൽ ഗൾഫിലോ ആയിരിക്കും. സീരിയസ് ആണ് അച്ഛന് അമ്മയ്ക്ക് എന്ന് വിളിച്ചു പറയും. പെട്ടെന്ന് പുറപ്പെടണമെന്ന് പറയും. അതിന് തിരിച്ചടി ഉണ്ടാകില്ല. കാരണം ആരെയും ചൂഷണം ചെയ്യുന്നില്ല. ഇനി ഈ തെറ്റുകൾ, കളവുകൾ അറിയാതെ ചെയ്യുന്നവരുണ്ട്. അൺകോൺഷ്യസ്ലി. അത് മറ്റുള്ളവർക്ക് ദോഷമായി വരുന്നു. പക്ഷേ അത് ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം ഇഗ്നറൻസാണ്, അറിവില്ലായ്മ. ഒരു പ്രാവശ്യം തെറ്റ് പറ്റാം. വീണ്ടും വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുമ്പോൾ ദോഷമാണ്. തിരിച്ചടിയുണ്ടാകും. ഭൗതിക ജീവിതത്തിൽ തെറ്റ് ചെയ്തവർക്ക് അത് തിരുത്താനുള്ള അവസരം ഓരോ ദിവസവുമുണ്ട്, ഓരോ നിമിഷവുമുണ്ട്. ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കാലം സത്യത്തെ തെളിയിക്കും. നമുക്കൊരിക്കലും അതിനെ മറച്ചുവെക്കാൻ കഴിയില്ല. കാരണം സത്യത്തിൻ്റെ ശക്തി നമ്മുടെ ശക്തിയേക്കാൾ വലുതാണ്. എത്രയും വേഗം സത്യത്തിൻ്റെ മറയെ നമ്മൾ നീക്കം ചെയ്യുന്നുവോ അത്രയും നല്ലത്. എത്രത്തോളം വൈകുന്നു അത്രത്തോളം കാഠിന്യം ഏറും തിരിച്ചടിക്ക്. ബാങ്ക് പലിശയെപ്പോലെയാണ്. തെറ്റ് തിരുത്താനുള്ള വഴി എന്താണ്? 4 കാര്യങ്ങൾ ഇവിടെ പറയാം. 1. അപ്പോളജൈസ് സിൻസിയർലി. വിശ്വാസത്തെ വീണ്ടെടുക്കാൻ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പശ്ചാത്താപത്തോടെ, ഞാൻ ചെയ്ത തെറ്റുകൾ കാരണം ദോഷം അനുഭവിച്ചവർ, ഞാൻ പറഞ്ഞ കളവ് കാരണം വിഷമം അനുഭവിച്ചവർ, അവരെ സമീപിക്കുക, ക്ഷമ ചോദിക്കുക. 2. മേക്ക് എമെൻസ്. ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ട് മറ്റാർക്കെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷമം നീക്കം ചെയ്യുക. സാമ്പത്തിക നഷ്ടമാണ് അവർക്കുണ്ടായത് എന്ന് വിചാരിക്കുക. ഒരു സാമ്പത്തിക ഇടപാട്, അവർക്ക് പണം തിരികെ കൊടുക്കുക. ഈ നടപടിയെടുത്തേ പറ്റൂ. 3. ബി ട്രാൻസ്പാരൻറ്റ്. സുതാര്യത പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക. ഭാവിയിലെ എല്ലാ ഇടപെടലുകളിലും തുറന്നതും സത്യസന്ധവുമായിരിക്കാൻ ശ്രമിക്കുക. 4. കൺഫെസ് ബിഫോർ യുവർ ഓൺ കോൺഷ്യൻസ്. സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ കുമ്പസാരിക്കുക. ഇതിന് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ഇനി തെറ്റാവർത്തിക്കില്ല എന്ന ഒരു തീരുമാനമെടുക്കുന്നു. ക്ഷമ ചോദിക്കുന്നു. പിന്നെ ആവർത്തിക്കുന്നില്ല. ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്യുന്നു. മറ്റുള്ളവർക്കുണ്ടായ ധനനഷ്ടവും വേദനയും ബുദ്ധിമുട്ടുകളും എല്ലാം എത്രത്തോളം പറ്റുന്നു അത്രത്തോളം നികത്തി കൊടുക്കുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ബാഹ്യവും ആന്തരികവുമായ സത്യങ്ങളെ അന്വേഷിക്കാനുള്ളൊരു വേദിയാണ്. ഭൗതികവാദികൾ, മെറ്റീരിയലിസ്റ്റ്സ്, പുറമേയുള്ള സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മീയവാദികൾ, അതായത് സ്പിരിച്വലിസ്റ്റ്സ്, ഉള്ളിലുള്ള സത്യമാണ് അന്വേഷിക്കുന്നത്. രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ആത്മീയ ജ്ഞാനത്തിലേക്കുള്ള വാതിൽ തുറക്കണമെങ്കിൽ ഭൗതിക ജീവിതത്തിൽ സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചിരിക്കണം. അപ്പോഴാണ് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം മനസ്സിലാക്കുന്നത്. നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. നന്ദി.